ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ പറയുന്നത്. ഇപ്പൊ നിലവിലുള്ള മുന്നറിയിപ്പ് അനുസരിച്ച് വടക്കൻ കേരളത്തിലാണ് യെല്ലോ അലർട്ടും മറ്റുമൊക്കെ നൽകിയിരിക്കുന്നത്. 10 മണി കഴിഞ്ഞ ഉടൻ തന്നെ പുതിയ അപ്ഡേഷനുകൾ വരേണ്ടതാണ്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് മലയോര മേഖലകളിലും തീരപ്രദേശത്തും കൃത്യമായ ജാഗ്രത വേണമെന്ന് അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ, അതായത് ശക്തമായ കാറ്റിനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് തീരദേശ മേഖലയിൽ ജാഗ്രത വേണമെന്നുള്ള അറിയിപ്പുള്ളത്. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ കടലിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണമെന്നുള്ള അറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ നീല നിറത്തിൽ കാണുന്ന ഈ ഭാഗങ്ങൾ, അതായത് മലയോര മേഖലയും ഒപ്പം തന്നെ തീരദേശ മേഖലയിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ മലയോര മേഖലകൾ, കൊല്ലം, ഈ ഭാഗത്തൊക്കെ തീരദേശ മേഖലയിലൊക്കെ, അതായത് വടക്കൻ കേരളത്തിലാണ് മഴ മുന്നറിയിപ്പ് ഉള്ളതെങ്കിലും തെക്കൻ കേരളത്തിലും ഒറ്റപ്പെട്ട ഇടങ്ങളിലും മലയോര മേഖലകളിലും ഒക്കെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നുണ്ട്. വടക്കൻ കേരളത്തിലെ മഴ മുന്നറിയിപ്പും യെല്ലോ അലർട്ടുകൾ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയാണ് നിലവിലുള്ളത്. പക്ഷേ വരും മണിക്കൂറുകളിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ മഴ മുന്നറിയിപ്പുകൾ ജില്ലകളിൽ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ജാഗ്രത തുടരണമെന്നുള്ള അറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഉയർന്ന തിരമാലയ്ക്കൊക്കെ സാധ്യതയുള്ളത് കൊണ്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തീരദേശത്ത് ജാഗ്രത വേണമെന്നുള്ള ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത്. മലയോര മേഖലകളിലും ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ശക്തമായ കാറ്റിനുള്ള സാധ്യതകളുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യത മേഖലകളിലൊക്കെ താമസിക്കുന്നവർ ശ്രദ്ധ വേണമെന്നുള്ള അറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്.